നമസ്കാരം, കേരളത്തിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ പോലീസ് മർദ്ദനം. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവം മലയാളികളുടെ മനസ്സിനെ അത്രമേൽ വേദനിപ്പിച്ച ഒന്നാണ്. എന്നാൽ ആ സംഭവത്തെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുക കൂടി ചെയ്തപ്പോൾ ജനങ്ങളുടെ ആ വേദന ഇരട്ടിക്കുകയായി. മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ്, അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ്, അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം പിന്നിൽ നിന്ന് അണിയറക്കഥകൾ മെനഞ്ഞ ADGP അജിത് കുമാറാണ് ഇപ്പോൾ സ്വയം ഒരുക്കിയ കെണിയിൽ വീണിരിക്കുന്നത്. ജോലി പോലും നഷ്ടപ്പെടുന്ന കടുത്ത വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സിനിമയിലെ അതൊന്ന് കണ്ടു നോക്കാം. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. ഒരളിയനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ. ഈ പിണറായി വിജയൻ എന്നും അധികാരത്തിൽ ഉണ്ടാകുമെന്നും സംരക്ഷിക്കാൻ അദ്ദേഹം എന്നും കൂടെ ഉണ്ടാകുമെന്നും കരുതി പ്രവർത്തിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആയ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപ്, എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അരുൺ, വിപിൻ, ഷൈജു എന്നിങ്ങനെ 5 പേരെ സസ്പെൻഡ് ചെയ്യേക്കാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഗൺമാന്മാരെ വലിയൊരു കുഴപ്പത്തിലാക്കിയത് ADGPയുടെ ഈ അനാവശ്യമായ ഇടപെടലുകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം അന്ന് അവർക്കെതിരെ ചെറിയ എന്തെങ്കിലും നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് മുകളിൽ വാളായി നിൽക്കുന്ന ഈ കടുത്ത വധശ്രമ കേസും ക്രിമിനൽ കുറ്റങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് നീങ്ങുമ്പോൾ അണിയറയിലെ കള്ളക്കളികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. എന്തൊരു ക്രൂരമായ മർദ്ദനമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ആരെങ്കിലും അത് കണ്ട സഹിക്കുമോ? മക്കളുള്ളവരാരെങ്കിലും കണ്ട അത് സഹിക്കും? ഞാനതല്ലേ പറഞ്ഞത്, ചില കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.